ഡൽഹിയിൽ നടന്നത് ചാവേർ സ്ഫോടനമാണോ? സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതാണോ എന്ന സംശയത്തിലാണ് അന്വേഷണ ഏജൻസികൾ. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചതെന്നും സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കൾ അല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസ് കിട്ടിയിട്ടില്ലെന്നതും ചാവേർ ആക്രമണമല്ല എന്ന സംശയം ബലപ്പെടുത്തുന്നു. കൂട്ടാളികൾ പിടിയിലായതോടെ ഡോക്ടർ ഉമർ നബി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്ഫോടനം സംഭവിച്ചതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഉള്ളത്. നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ഒരു നിഗമനം എങ്ങനെയാണ്? ഇതൊരു ചാവേർ സ്ഫോടനമല്ല, ആക്രമണമല്ല എന്ന നിലയിലേക്കാണോ എത്തുന്നത്? ആര്യ, അന്വേഷണ ഏജൻസികൾ പ്രധാനമായും ഇത് ഒരു ചാവേർ ബോംബ് സ്ഫോടനമാണോ അതോ ഈ എക്സ്പ്ലോസീവുകൾ കൊണ്ടുപോകുന്ന വഴിക്ക് പൊട്ടിത്തെറിച്ചതാണോ? ഈ രണ്ട് സംശയങ്ങൾ അവർക്ക് ശക്തമായി തന്നെയുണ്ട്. ഇതൊരു ചാവേർ സ്ഫോടനമല്ല എന്നത് കാണാൻ, അല്ലെങ്കിൽ ആ നിഗമനത്തിൽ നിന്ന് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, സാധാരണഗതിയിൽ ഇങ്ങനെ ചാവേർ സ്ഫോടനം നടത്തുമ്പോൾ പരമാവധി പേരെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ആ സ്ഫോടനത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി കാറ് പരമാവധി വേഗത്തിൽ ഇടിച്ച് ഏതെങ്കിലും ആൾക്കൂട്ടത്തിനിടയിലേക്കോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുക, ആ സമയത്തൊക്കെയാണ് ഇത് പൊട്ടിക്കുന്ന രീതിയുള്ളത്. ഇത് അങ്ങനെ ആയിരുന്നില്ല. ഇത് ഒരു സിഗ്നൽ ലൈറ്റിൽ പതിയെ വളരെ സാവധാനത്തിൽ കാറ് നീങ്ങുന്നതിനിടയിലാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒന്ന്, ജെയ്ഷെ മുഹമ്മദ് പോലൊരു സംഘടന ഇത്തരം ഒരു സ്ഫോടനത്തിന് വേണ്ടി ഒരാളെ പൂർണ്ണമായും ചാവേറാക്കി നിയോഗിക്കില്ല. കാരണം ഈ ജെയ്ഷെ മുഹമ്മദ് തന്നെ ആകെ 500-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് ഒരാളെ പൂർണ്ണമായി ഇതിന് ചാവേറാക്കേണ്ടതില്ല. ഈ കാർ ഒരു സ്ഥലത്ത് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഇട്ടിട്ട് ആളിന് മാറി നിന്ന് മറ്റെവിടങ്ങളിൽ നിന്നുകൊണ്ട് ഇത് പൊട്ടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിലാവില്ല. അത് മറ്റൊരു സംശയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇതിലൊക്കെ ശാസ്ത്രീയമായ മറ്റൊരു കാരണമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വലിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ ഈ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കാണും. അതോടൊപ്പം തന്നെ ഇതിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ള, ഇത് കത്തിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളും കാണും. അതിന് ഇലക്ട്രിക് വയറോ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒക്കെ ആവശ്യമാണ്. അങ്ങനെ ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഈ രാസവസ്തുക്കളെ ഒരു ബോംബാക്കി മാറ്റുന്നത്. ആ ഒരു ട്രിഗർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അങ്ങനെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചാവേർ സ്ഫോടനമല്ല എന്നുള്ള ഒരു സംശയത്തിലേക്ക് വരുന്നത്. ഇപ്പോഴും ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. മറിച്ച് ഏജൻസികൾക്ക് തെളിവുകൾ കിട്ടാൻ മറ്റ് ചില കാരണങ്ങൾ കൂടി അതിലുണ്ട്. ഇത്തരം ശാസ്ത്രീയമായ കാരണങ്ങൾക്കൊപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ശ്രീനഗറിലെ നൗഗ മേഖലയിൽ ഒക്ടോബർ 19-നാണ് ആദ്യമായി ഇന്ത്യ വിരുദ്ധ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. അത് എല്ലാം തന്നെ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര കാശ്മീർ എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ അനുകൂലിക്കുന്ന പോസ്റ്ററുകളായിരുന്നു അന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ പോസ്റ്ററിന് പുറകെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവിടെ നിന്ന് 3-4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരാൾ ഇർഫാൻ അഹമ്മദ് എന്ന ഒരാളാണ്. ഈ ഇർഫാൻ അഹമ്മദ് എന്ന ആളിന് ഡോക്ടർമാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. ഇയാളാണ് ഡോക്ടർമാരുമായി ഈ ഭീകര സംഘടനയ്ക്ക് ബന്ധമുണ്ടാക്കുന്നതിൽ ചില സംശയങ്ങൾ ഇയാളെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അയാളെയും അയാളുടെ ചില കൂട്ടാളികളെയും ഒക്കെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. നവംബർ 5-നാണ് യുപിയിലെ സഹാരൻപൂരിൽ നിന്ന് ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അദീൽ അഹമ്മദ് റാത്തറിനെ സഹാരൻപൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റിന് പിൻബലമായത് നേരത്തെ ശ്രീനഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ആളെ തന്നെയാണ്. ശ്രീനഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഇർഫാൻ അഹമ്മദ് നൽകിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിനൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ സംഘം ഈ തരത്തിലേക്ക് ഡൽഹിയിൽ അവർക്ക് കണ്ണികൾ ഉണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നതും അങ്ങനെ സഹാരൻപൂരിൽ നിന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നവംബർ 8-ന് ജമ്മു കാശ്മീർ പോലീസ് തന്നെ ഹരിയാനയിലെത്തുന്നു. അവർ ഫരീദാബാദിൽ ഹരിയാന പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്ത വഴിയാണ് ഇവരുടെ പിന്നിൽ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ശ്രീനഗറിലേക്ക് ഈ ഷക്കീലിനെ കൊണ്ടുപോയി. ശ്രീനഗറിൽ ചെന്നപ്പോൾ ഈ ഷക്കീലിൻ്റെ വീട്ടിൽ പ്രത്യേക ഒരു അറയിൽ നിന്നും ഒരു AK-47 തോക്ക് ലഭിച്ചു. ഇതിനെ തുടർന്ന് അവർക്ക് സംശയങ്ങൾ, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വ്യാപകമായ, അതിനു മുമ്പ് വരെയും ഈ ഭീകര സംഘടനകളുമായി ആശയപരമായ ചില ബന്ധം അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇവരൊരു ഭീകര പദ്ധതി, ഏതെങ്കിലും ഒരു സ്ഫോടനത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നത് തെളിവുകൾ ലഭിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു സംശയം സ്വാഭാവികമായും പോലീസിനുണ്ടാകുന്നു. അങ്ങനെ അവർ അന്വേഷണം ശക്തമാക്കുന്നു. അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇയാൾ വർക്ക് ചെയ്തിരുന്ന അൽ സലാഹ് ആരോഗ്യ സർവകലാശാലയിലേക്ക് അന്വേഷണം നീട്ടുന്നത്. തുടർന്ന് ശ്രീനഗറിലെ വീട്ടിലെ AK-47 കിട്ടിയതിനെ തുടർന്ന് വീണ്ടും ഇവർ ഫരീദാബാദിൽ ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തുന്നു.
നടത്തുന്നു. ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നവംബർ 9 പരിശോധന നടക്കുന്നത്. നവംബർ 9 നടത്തിയ പരിശോധനയിലാണ് 2900 കിലോ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ, ഈ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഒരു AK-47 തോക്ക് കണ്ടെത്തിയിരുന്നു, വാക്കി ടോക്കികൾ കണ്ടെത്തിയിരുന്നു. ഇതോടുകൂടി പോലീസ് ഉറപ്പിച്ചു ഇവർ വലിയ സ്ഫോടന പദ്ധതികൾ ഡൽഹിയിൽ നടപ്പാക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് ഇവർ അവിടെ എത്തിയത് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇതേ തുടർന്ന് അവർ വീണ്ടും അന്വേഷണം ശക്തമാക്കി. ഇതിനെ തുടർന്നാണ് ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടറെ കണ്ടെത്തിയത്. ഈ വനിതാ ഡോക്ടറും ഈ സംഘത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം ശക്തമാക്കുന്നതിനിടയിലാണ് ഇവരുടെ സുഹൃത്തു കൂടിയായി ഉമർ നബി എന്ന് പറയുന്ന ഈ ഡൽഹിയിൽ സ്ഫോടനം നടത്തി എന്ന് കരുതപ്പെടുന്നയാൾ, അല്ലെങ്കിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെട്ട ആളും ഈ സംഘാംഗമാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഈ സ്ഫോടക വസ്തുക്കൾ, ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ, ആ സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വഴി ഇവിടെ വെച്ച് പൊട്ടിത്തെറിച്ചാണോ എന്നുള്ളതാണ് ബലമായി പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ചാവേർ ബോംബ് സ്ഫോടനത്തിന് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടന ഉപയോഗിക്കുന്ന രീതികളോ അല്ലെങ്കിൽ ആ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് അവിടെ നിന്ന് ലഭിക്കുക ഈ സ്ഫോടകത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒക്കെ ഇത്തരം സംശയങ്ങൾ കാരണമാണ്. ഇത്തരം സംശയങ്ങളിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. ഡൽഹിയിൽ, ഹരിയാനയിൽ നിന്നും ഏകദേശം 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്നും ഏകദേശം 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്ത ഇവരുടെയൊക്കെ അടുത്ത ബന്ധുക്കളുടെ പേരുകളല്ലാതെ മറ്റു വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ NIA നേതൃത്വത്തിലാണ് ഒരു 10 അംഗ സംഘമാണ് ഇപ്പോൾ പ്രധാനമായും അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുമെന്നും ഇത് ഒരു ചാവേർ ബോംബ് സ്ഫോടനമാണോ അതോ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചാണോ എന്നതൊക്കെ തിരിച്ചറിയാൻ കഴിയും. കേരള കേഡർ IPS വിജയ് സാക്കറെ, NIA ഡയറക്ടർ വിജയ് സാക്കറയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ്, 10 അംഗ അന്വേഷണ സംഘമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ചാവേർ സ്ഫോടനമാണോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് കിട്ടാത്തത് കൊണ്ടാണ്, ഒരു പക്ഷേ അങ്ങനെ ആകാനുള്ള സാധ്യതയില്ല. മറ്റ് ഈ എക്സ്പ്ലോസീവ് ആകുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന വഴിയിൽ പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കിരൺ ബാബു നമുക്കൊപ്പം തുടരുന്നുണ്ട്. കിരൺ, ഒരു കാര്യം കൂടി, അതായത് ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ സുരക്ഷ അത് എത്രത്തോളം ഉലച്ച വിഷയമാണെന്ന് നമുക്കറിയാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ മന്ത്രിമാരും എല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് കിരൺ? ആര്യ, ഏറ്റവും സുപ്രധാനമായ യോഗമാണ്. യോഗവുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതതല യോഗം ആണ് ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. നേരത്തെ തന്നെ IB-യുടെ തലവനുമായിട്ടും NIA ഡയറക്ടർ ജനറലുമായിട്ടും ഒക്കെ നേരത്തെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസികളുടെ എല്ലാം തലവന്മാർ ആ തരത്തിലേക്ക് ആശയവിനിമയം നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും പ്രതിരോധ മന്ത്രിയുമായിട്ടും എല്ലാം കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു. ഇതോടൊപ്പമാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനം, അത് ഇന്ത്യയാണ് അങ്ങനെ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്തെന്ന ആരോപണം ആഗോളതലത്തിൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആ തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യക്ക് അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇനിയും കൂടുതൽ മറുപടിയൊക്കെ നൽകേണ്ടതുണ്ട്. ഇന്ത്യ കൃത്യമായി തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നത് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളുണ്ട്. തുടർന്ന് ഈ അന്വേഷണം, ഇത് ഈ ജെയ്ഷെ മുഹമ്മദെ പോലുള്ള സംഘടനയാണ് ഡൽഹിയിൽ വന്ന് ഇങ്ങനെ ഒരു സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്യുകയോ നടപ്പാക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ ഇവർ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ മറ്റേതെങ്കിലും മേഖലയിൽ ഇതിലും വലിയ ഒരു ആക്രമണം പദ്ധതിയിട്ടിട്ടുണ്ടാവണം. ഒരേ സമയം സാധാരണഗതിയിലൊക്കെ ഇവർ പല സ്ഥലങ്ങളിലായി സ്ഫോടനം നടത്താറുണ്ട്. അത്തരമൊക്കെ ഡൽഹിയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഈ 2900 കിലോ വരുന്ന സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, ഇതെല്ലാം സംശയം ബലപ്പെടുത്തുന്നതാണ്. എങ്ങനെ അവർ ഡൽഹി വരെ എത്തി എന്നുള്ളതൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഏതെല്ലാം തരത്തിൽ ഇതിൻ്റെ എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത്, ഈ വീഴ്ചയിൽ എങ്ങനെയൊക്കെ സുരക്ഷ ഇനി ശക്തമാക്കേണ്ടതുണ്ട്, ഇതിന് എങ്ങനെയാണ് ഈ ഭീകര സംഘടനയ്ക്ക് ഇന്ത്യക്ക് മറുപടി നൽകേണ്ടത്, അത്തരം സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എന്തായാലും ഈ യോഗത്തിൽ ചർച്ച ഉണ്ടാകുമെന്നും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ ഉറപ്പാണ്. പക്ഷേ യോഗം കഴിഞ്ഞാലും ഔപചാരികമായ പുറത്തു പറയാവുന്ന ചില വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ യോഗത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇത്തരം യോഗങ്ങളിലൊന്നും ഒരിക്കലും പുറത്തുവിടാറില്ല. അതൊക്കെ പിന്നീട് ചിലപ്പോൾ നടന്നു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ, ചിലപ്പോൾ നടന്നു കഴിഞ്ഞാലും അത് അറിയണം എന്നൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ തീരുമാനങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയമായ അനുമതി കൂടിയാണ്. ഇത് ഇപ്പോൾ മറ്റൊന്നും ചെയ്യണമെന്നൊക്കെ ധാരണയായി കാണും. അതിൻ്റെ രാഷ്ട്രീയമായ അനുമതി എന്നതുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത്തരം ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിമാരെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു ഉന്നതതല യോഗം ചേരുന്നതിൻ്റെ ലക്ഷ്യം. യെസ്, തീർച്ചയായും. കിരൺ ബാബുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.